ബി.ജെ.പി വിട്ട് യു.ഡി.എഫിൽ എത്തിയ സന്ദീപ് വാര്യർക്കെതിരെയുള്ള എൽ.ഡി.എഫ് പരസ്യം നൽകിയ സുപ്രഭാതത്തെ തള്ളിയിരിക്കുകയാണ് പത്രത്തിന്റെ വൈസ് ചെയർമാനും ഗൾഫ് ചെയർമാനുമായ സൈനുൽ ആബിദിൻ. സരിനു വേണ്ടിയുള്ള പരസ്യം ബി.ജെ.പിക്ക് ഗുണകരമായെന്നും ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്നും അദ്ദേഹം പറയുകയാണ്. സുപ്രഭാതത്തിൽ കഴിഞ്ഞ ദിവസം വന്ന പരസ്യം വല്ലാതെ വേദനിപ്പിച്ചതും പ്രയാസപ്പെടുത്തിയതുമാണ്. അത് സുപ്രഭാതത്തിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് എതിരാണ്. സന്ദീപ് വാര്യരുടെ മാറ്റം എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല? നല്ലതിലേക്കുള്ള മാറ്റത്തെ ഉൾക്കൊള്ളാതെ നൽകിയ പരസ്യം ബി.ജെ.പിക്ക് ഗുണകരമായി തീർന്നുവെന്നാണ് വിലയിരുത്തൽ. മുനമ്പം വിഷയത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ച ശേഷം അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് ലേഖനം വന്നപ്പോൾ കുറെ പേർക്ക് ദുഃഖമുണ്ടായി. ആണോ അല്ലയോ എന്നതിലല്ല അതിന്റെ പ്രസക്തി എന്ത് എന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഗൾഫിൽ വെച്ച് വൈസ് ചെയർമാൻ സൈനുൽ ആബിദിൻ പറയുകയാണ് ഇങ്ങനെ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ ദിവസമാണ് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് ഇരുസുന്നി വിഭാഗങ്ങളുടെയും മുഖപത്രങ്ങളായ സുപ്രഭാതം, സിറാജ് എന്നിവയിൽ എൽ.ഡി.എഫിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചിരുന്നത്. സന്ദീപിന്റെ പഴയ പല വിവാദ പരാമർശങ്ങളും ഉൾക്കൊള്ളിച്ച് സരിൻ തരംഗം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച പരസ്യം കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കുന്നത് തന്നെയാണ്. മുസ്ലിങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പഴയ പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ചേർത്ത് എഡിറ്റോറിയൽ ശൈലിയിലാണ് പരസ്യം നൽകിയിരുന്നത്. വാർത്താ ശൈലിയിലുള്ള ഇത്തരം പരസ്യങ്ങൾ സാധാരണക്കാർ പത്രത്തിലെ വാർത്തയും നിലപാടുമായാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്നെയാണ് എഡിറ്റോറിയൽ ശൈലി CPM സ്വീകരിച്ചിരുന്നത്. കശ്മീരികളുടെ കൂട്ടക്കൊല ആഹ്വാനം, CAA കേരളത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ, ഗാന്ധിജി വധം തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളാണ് പരസ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സന്ദീപ് വാര്യർക്കെതിരായ പരസ്യത്തെ മുതിർന്ന CPM അംഗം AK ബാലൻ പിന്തുണച്ചിട്ടുമുണ്ട്. മറ്റു പല പത്രങ്ങളിലും പരസ്യം വന്നിരുന്നുവെന്നും അവയെല്ലാം മുസ്ലിം പത്രങ്ങളാണോ എന്നൊന്നും തനിക്ക് അറിയില്ല എന്നും AK ബാലൻ പറയുകയാണ്. ഇതിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.